ഞാൻ ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ റിയാസും സൈഫൊക്കെ വിളിച്ചതിന് ശേഷം ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു വീടാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. ആൾറെഡി സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മുടെ അറ്റിക്സിൻ്റെ മാഹിറും ടീമും ആയിരുന്നു ഇതിൻ്റെ ഡിസൈൻസൊക്കെ ചെയ്യുന്നത്. ഇൻറ്റീരിയറാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. നമ്മൾ ഇൻറ്റീരിയർ നമുക്ക് കിട്ടിയ അവസരം മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിന് കൂടുതൽ പ്രാധാന്യമുള്ള വീടാണ്. ഡെയ്സി സൈഫു ദമ്പതികളുടെ ഐക്യരപ്പടിയുള്ള വീടാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യുന്നത്. 1 ഏക്കർ 20 സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ 5000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 5 ബെഡ്റൂമും ലിവിങ്ങും ഡൈനിങ്ങും 2-3 കിച്ചണൊക്കെ വരുന്ന അടിപൊളി വീടാണ്. ഈ വീടിൻ്റെ ഫുൾ കാഴ്ചകളൊന്ന് കാണാം. നമ്മുടെ സുഹൃത്ത് ആർക്കിടെക്ട്സ് മാഹിറാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് മുതലാണ് നമ്മൾ കോവ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മളെ കൂടെ ഇൻട്രോയിൽ ഉണ്ടായിരുന്നത് ഇനെക്സ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ്. അവർ നമ്മുടെ ഹോം ടൂറൊക്കെ സ്ഥിരമായിട്ട് കാണലുണ്ട്. അപ്പോൾ അവർ എന്നോട് ആവശ്യപ്പെട്ടാണ് ചില ഹോം ടൂർ നമ്മളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവരും കൂടി കൂട്ടി വന്നതാണ്. അവരെ നമ്മുടെ കൂടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിന്നിരുന്നത്. അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് സ്ലോപ്പ് റൂഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വീടാണ്. എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയ സംഭവം എന്ന് വെച്ചാൽ ഈ കുറച്ചൊരു പ്ലാന്റുകൾ, അതായത് ഒരു മാവുണ്ട്, ഒരു പ്ലാവുണ്ട്, ഒരു സപ്പോർട്ടുണ്ട്. ഇത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാൻസുകൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊക്കെ ചെയ്യുന്ന രീതി എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മളൊരു കോൺട്രോൾ സർവ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മരങ്ങൾ മാർക്ക് ചെയ്തിട്ട് ആ മരങ്ങൾ മിസ്സാവാത്ത രീതിയിലാണ് നമ്മൾ പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശാലമായ ഏരിയ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കംപ്ലീറ്റ് ബാംഗ്ലൂർ സ്റ്റോണും കോബിൾ സ്റ്റോണാണ് ഫ്ലോറിങ്ങിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പോർച്ചിനെ കുറിച്ച് ആണ് നമ്മൾ അടുത്ത് വിശദീകരിക്കുന്നത്. പോർച്ച് എന്ന് പറഞ്ഞാൽ വീടിന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോർച്ചിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പില്ലർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കോൺക്രീറ്റിൻ്റെ പില്ലർ കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻഡസ്ട്രിയൽ പില്ലർ ഇത് ടോപ്പിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വണ്ടിയൊക്കെ സിമ്പിളായിട്ട് നിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ഫുള്ളി സ്ലോപ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് റൂഫ് ടൈൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പോർച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് അധികം ഭാഗം ഇവിടെ ഫ്ലാറ്റ് ഏരിയ വരുന്നുണ്ട്. ഈ ഫ്ലാറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ടൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലും ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പില്ലറിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ്. ഈ പില്ലർ ഇത് കോൺക്രീറ്റ് പില്ലറാണ്. അതിന് ശേഷം കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇൻഡസ്ട്രിയൽ പില്ലറാണ്. ഇതിമലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സ്ലാബ് നിൽക്കുന്നത്. കൂടുതൽ ബീമുകളും കാര്യങ്ങളും കാണാത്തതുകൊണ്ട് ഒരു പ്ലെയിൻ സ്ലാബ് ആയതുകൊണ്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു വിശാലത കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഗ്രീനറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് അല്ലെങ്കിൽ സൈഡ് വ്യൂ ആണെങ്കിൽ പോലും ഇതും നല്ല രീതിയിൽ ഒരു മനോഹരമായ എലിവേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജാളിയാണ്. ശരിക്കും നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഇതാണ് ഈ വീടിൻ്റെ എലിവേഷൻ എന്ന് തോന്നുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബാൽക്കണി പോലെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഉള്ളിൽ വരുന്ന ഒരു കോർട്ട്യാർഡ്. ഉള്ളിലെ വീഡിയോസിൽ ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കോർട്ട്യാർഡ് ഉണ്ട്, ഒരു പാഷ്യോ, ഒരു ഫിഷ് പോണ്ടൊക്കെ ഉണ്ട്. അതിന് ജാളി വെച്ച് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ നല്ല രസമായിട്ടുണ്ട്. ആ വിൻഡോനെ ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ കംപ്ലീറ്റ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ലിവിങ്ങിൻ്റെ വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്ത് ഒരു എലിവേഷൻ്റെ ഫീൽ വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടേജും നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അതൊരു വേറെ യൂണിറ്റാക്കി നമുക്ക് ഫീൽ ചെയ്ത്, അത് വേറൊരു വീട് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു സിമ്പിളായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു സ്ലോ പ്രൂഫ് കൊടുത്തിട്ട് ഒരു സിമ്പിളായിട്ട് കൊടുത്തിട്ട് ഇതിൽ വിൻഡോ ഉണ്ടോ, വിൻഡോ കംപ്ലീറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോനെ മാക്സിമം കവർ ചെയ്യുന്ന ഒരു ബോക്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചയിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോ ആണ്. ഏകദേശം 7 മീറ്റർ ഹൈറ്റിൽ ഒരു ഫിക്സ്ഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല രീതിയിൽ ഗ്രാസും നല്ലൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് വീടിൻ്റെ പുറത്തുനിന്നുള്ളതിൻ്റെ കാഴ്ചയും ഉള്ളിൽ നിന്നുള്ള കാഴ്ചയും ഭയങ്കര ഫീൽ തന്നെ നമുക്ക് നൽകുന്നുണ്ട്.
വലിയൊരു വിൻഡോ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് കർട്ടൻ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിറ്റ് ഔട്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. സിറ്റ് ഔട്ട് ഫുള്ളായിട്ട് പുറത്ത് നിന്ന് തള്ളി നിൽക്കുന്ന കോലത്തിൽ, അതായത് വീട് ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ സിറ്റ് ഔട്ട് മാത്രം ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 1 2 ടൈലോട് കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. വലിയ സിറ്റ് ഔട്ടാണ്, പക്ഷേ അത്യാവശ്യം ഒരു 10-12 ആൾക്ക് ഇരിക്കാൻ പറ്റിയ വലിയ സിറ്റ് ഔട്ടാണ്. അത് ഒരു 3-4 ടൈല് കൊണ്ട് കവർ ചെയ്യുന്ന വലിയ ഫ്ലോറിംഗ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷ് ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് തേക്കിലാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത്. ചെറിയ ഗ്രൂ ഒക്കെ ഇട്ടിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ്. ഒരു ഡിജിറ്റൽ ലോക്കാണ്, നമുക്ക് തമ്പ് വെച്ചിട്ടും അതുപോലെ തന്നെ ഫേസ് വെച്ചിട്ടൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വിൻഡോയും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം. നേരെ കയറിയാൽ നമ്മൾ എത്തുന്ന ഒരു പാഷ്യോക്കാണ്. ഈ പാഷ്യോൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് ലിവിങ്ങും ഫാമിലി ലിവിങ്ങും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഫസ്റ്റ് കാഴ്ചൻ്റെ ഒരു ഫിഷ് പോണ്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല വീടിക്ക് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഫീല് നൽകുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ലക്ഷറി ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് എന്ന് പറയാൻ പറ്റും. ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കോവോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ്. നമുക്ക് ഇൻറ്റീരിയർ മുതലാണ് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ലിവിങ്ങിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ സെലക്ഷന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഒരു കോമ്പാക്ട് ഡിസൈനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കി മനസ്സിലാവും. സോഫ, അതേപോലെ തന്നെ കർട്ടൻ, കാർപ്പറ്റ്, ടീപ്പോയി, ഇതെല്ലാം ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ലിവിങ്ങിന് പറ്റിയ ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് ഹൈലൈറ്റ് വാൾ എന്ന് പറയുന്നത്. അവിടെ ജസ്റ്റ് നമ്മൾ വിനീറിൻ്റെ ഒരു പാനലിംഗ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു പാനൽ ഡിസൈൻ, ഒരു സ്റ്റോറേജ് ഏരിയയൊക്കെ ചെയ്തിട്ടുള്ളത്. 3 ഭാഗത്തും ഇതിൻ്റെ കർട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് എന്തിനാണ് കർട്ടൻ കൊടുത്തു വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ആ ഫിഷ് പോണ്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും കർട്ടൻ കൊടുക്കുക. അപ്പോൾ ഈ ലിവിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നോർമൽ ഫ്ലോറിംഗ് ആണെങ്കിൽ ഈ പാഷ്യോയിൽ അവർ ചെയ്തിട്ടുള്ള ഒരു വുഡൻ ടൈപ്പ് വരുന്ന ഒരു ഫ്ലോറിംഗ് ആണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാൽ നമുക്കത് ഒറ്റവാക്കിൽ പറയാൻ പറ്റും, അത് ഫാമിലി ലിവിങ് സ്പേസാണ്. ഈ ഫാമിലി ലിവിങ് സ്പേസ് എങ്ങനെയാണ് ഇത്ര മനോഹരമായി, അതിലൊരുപാട് കാരണങ്ങളുണ്ട്. ഒരു 3-4 കാരണങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തത് ഈ ഭാഗത്ത് കൊടുത്ത ഈ വലിയ വിൻഡോ, ഞാൻ നേരത്തെ പറഞ്ഞു 7 മീറ്റർ ഹൈറ്റിൽ വരുന്ന വലിയ വിൻഡോ. ഈ വലിയ വിൻഡോ കൊടുക്കുമ്പോൾ പല ആളുകൾക്കും കർട്ടനൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടാവാറുണ്ട്. കർട്ടൻ കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് കർട്ടനാണ്, ജസ്റ്റ് സ്വിച്ചുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സോഫയുടെ സെലക്ഷൻ തന്നെയാണ് ഇതിലെ മെയിൻ ഒരു അട്രാക്ഷൻ. ഒരു ബ്ലൂ കളർ വരുന്ന, ലൈറ്റ് ബ്ലൂ വരുന്ന ഒരു സോഫയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് മാച്ചാകുന്ന രൂപത്തിൽ കാർപ്പറ്റും ടീപ്പോയി ഉണ്ട്. 2 സിംഗിൾ ചെയർ ഉണ്ട്. ഇത് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ ഇങ്ങനത്തെ എവിടെ നിന്നാണ് നിങ്ങൾ സോഫയൊക്കെ എടുക്കാറെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് വിളിച്ചാൽ മതി, അതിന് കോൺടാക്ട് ചെയ്താൽ മതി, പറഞ്ഞുതരാം. ഈ 2 ചെയർ ഉണ്ടല്ലോ, ഈ 2 ചെയർ ഈ ഒരു ലിവിങ്ങിൽ നിൽക്കുന്ന ഫീല് വേറെ തന്നെയാണ്. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ പാർട്ടീഷനാണ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞു ലിവിങ്ങിൽ വരുന്ന ഘടകങ്ങൾ പറഞ്ഞു. ഈ ശരി കോട്ട സ്റ്റീലാണ്, അതായത് തുരുമ്പ് പിടിച്ച ഒരു ഫീലാണ് നമുക്ക് വരിക. അത് ഫുള്ള് CNC കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ 3D ഡിസൈൻ കൊടുക്കുമ്പോൾ എന്താണോ കൊടുത്തത് അത് അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 100% ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നല്ലത്. ഇത് ശരിക്കും ഇതിൻ്റെ ബാക്കിൽ വരുന്നത് സ്റ്റെയർ ആണ്. ഈ സ്റ്റെയറും ലിവിങ്ങും തമ്മിലുള്ള പാർട്ടീഷൻ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ലിവിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ഫിഷ് പോണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ പ്ലേസ് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൽ 3 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ച ഒന്ന് കാണാം. 5 ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിൽ. ഈ ബെഡ്റൂമിക്ക് മാച്ച് ആകുന്ന ഒരു ഷർട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതങ്ങനെ ഇട്ടൊന്നല്ല, സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഈ കാർപ്പറ്റിൻ്റെ കളർ നോക്കി മനസ്സിലാവും എൻ്റെ ഷർട്ടിൻ്റെ കളറിനോട് മാച്ചാവുന്ന ഒരു കളറാണ്. ഇതിൽ ഈ ഒരു കളർഫുള്ള് കൊണ്ട്, അതായത് കളർ കൊണ്ട് മനോഹരമാക്കിയ ഒരു ബെഡ്റൂമാണിത്. അത് മാത്രമല്ല ഭയങ്കര ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ ഫുൾ ലെങ്ത്തിലുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹൈലൈറ്റ് ചുമര് ഒരു റോസ് കളർ, ചെറിയ ലൈറ്റ് റോസ് കളർ പെയിൻ്റ് അടിച്ചുകൊണ്ട് നല്ല രസമായിട്ടുണ്ട്. അതിന് മാച്ചാവുന്ന ഒരു യെല്ലോ ആൻഡ് ഷീറ്റ് ടീഷർട്ടാണ്. അതിന് മാച്ചാവുന്ന ഒരു ബ്ലാങ്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് ടേബിൾ ഉണ്ട്. ഇതിൻ്റെ
ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫീൽ തരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. ഇത് ഈ തല മുതൽ ആ തല വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങും. ഇവിടെ എന്താണ് ആക്ച്വലി സ്റ്റഡി ഏരിയ, ഒരു സ്റ്റഡി ടേബിൾ ആണുള്ളത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇത് എല്ലാ ബെഡ്റൂമിലും ഇതേപോലത്തെ സ്പേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏരിയ ഇവിടുന്ന് തുടങ്ങി സിറ്റിംഗ് ഏരിയ കഴിഞ്ഞാൽ ഒരു 3 ആക്കി ഇരുന്നിട്ട് 3 ഡ്രോവർ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയും 3 ആക്ക് സ്റ്റഡി ഏരിയ ഉണ്ട്. അതിന് സ്റ്റോറേജ് അവർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജിലാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. 4 ഡോറ് വരുന്ന വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി അടങ്ങുന്ന ഒരു വലിയ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണത്. ഇതിൽ നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു ഏരിയയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നിങ്ങളെ വീട്ടിലൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയേണ്ട ഒരു ഏരിയയാണത്. അത് ഒന്നുമില്ല, പാഷ്യോ ആൻഡ് കോർട്ട്യാർഡ്, ഫിഷ് പോണ്ട് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാനിങ് മുതൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് നല്ല സ്പേസിൽ കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടോ, നമുക്ക് ഈ ഒരു ഏരിയ ചെറിയൊരു ഏരിയയാണ്. ഇത് വരുന്നത് അവരുടെ നോർമൽ ലിവിങ് ഏരിയയാണ്. ഇവിടെ വരുന്നത് ഫാമിലി ലിവിങ് ആണ്. ഇതൊരു സ്റ്റെയർ ആണ്. ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ എല്ലാ ഏരിയയിലോട്ടും ഈ ഒരു ഫീല് കിട്ടുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കുള്ളൂ. നിങ്ങൾ റിക്വയർമെൻറ്റ് പറയുന്ന സമയത്ത് ആർക്കിടെക്ട്സിനോട് ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഓപ്പൺ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ പ്ലാന്റ്സും ബബിൾസും സെറ്റ് ചെയ്ത് ഒരു വുഡൻ മാറ്റ് ഫിനിഷുള്ള ഒരു ടൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗ്രാനൈറ്റിൻ്റെ ബീഡിങ്ങോട് കൂട്ടിയുള്ള ഒരു ഫിഷ് പോണ്ട് കൊടുത്തിട്ട് നല്ല ഫിഷുകളൊക്കെ ഇട്ടിട്ട് നല്ല കാഴ്ചക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ച നൽകുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഏരിയ എല്ലാ ഭാഗത്തേക്കും ഓപ്പൺ ആക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫീൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ ലഭിക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഡൈനിങ് ഏരിയ എന്നല്ല, വലിയ വിശാലമായ ഡൈനിങ് ഏരിയയാണ്. ഈ ഡൈനിങ് ഏരിയ വിശാലമാകാനുള്ള കാരണങ്ങൾ 2-3 ഒന്ന്, ഇവിടെ കൊടുത്ത ഈ ഒരു ഡബിൾ ഹൈറ്റ് ആണ്. 2, അതിൻ്റെ ഈ ഒരു പോർഷനിലുള്ള ഈ ഒരു നേരത്തെ വിശദീകരിച്ച ഒരു ഓപ്പൺ കോർട്ട്യാർഡാണ്. മൂന്നാമത്തെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡ്രൈ കോർട്ട്യാർഡ്, മുകളിൽ ഗ്ലാസ് കൊടുത്തുകൊണ്ട് ഒരു ഡ്രൈ കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്ലാന്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട്. ഈ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചണാണ്. ഇതല്ലാതെ 2 കിച്ചൺ വേറെ ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ മെയിൻ ഇൻട്രോയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള സ്ലാബൊക്കെ കൊടുത്തിട്ട് ഫുള്ളി നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത് മനോഹരമാക്കിയ കിച്ചണാണ്. അതുപോലെ തന്നെ നോബും അതുപോലെ തന്നെ സ്റ്റൗവും ഉണ്ട്, സിങ്ക് കൊടുത്തിട്ടുണ്ട്, ഓവൻ ഉണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ്, പക്ക ഓപ്പൺ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പേര് പറ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓണർ കേട്ടോ, ആയിഷ മനാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഈ ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഉറപ്പാണ്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഒരുപാട് എലമെൻറ്റുകൾ ഇതിലുണ്ട്. ഒന്ന്, നമുക്ക് നേരത്തെ വിശദീകരിച്ച കോർട്ട്യാർഡിലോട്ട് വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് ഒരു സിറ്റിംഗ് സ്പേസും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വിൻഡോ ഒക്കെ കൊടുത്തുള്ള റാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ റാഡാണ്, MS-ൻ്റെ സ്ക്വയർ റാഡ്, 12 mm സ്ക്വയർ റാഡാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് നല്ല കാഴ്ച വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന രൂപത്തിലുള്ള ഡിസൈനാണ്. അതിലോട്ട് ഏതിലോട്ട് മാച്ചാവുന്നതാണ് വുഡ്, അതുകൊണ്ട് ഇത് വുഡും മാച്ചാക്കി ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ 2 ഡ്രോവറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. ഇവിടെ ഒരു മേക്കപ്പ് യൂണിറ്റ് ഉണ്ട്, അതും ഇതേപോലെ തന്നെ ഹാങ്ങിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് എല്ലാ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മിറർ യൂണിറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ വാർഡ്രോബും ബാത്റൂമും ഒന്ന് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. മൂന്നാമത്തെ ബെഡ്റൂം കമ്പാരിറ്റീവ്ലി സൈസ് വളരെ കുറവാണ്, പക്ഷേ ഭയങ്കര ക്യൂട്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ റെഫർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഒരു ബെഡ്റൂം എങ്ങനെ ക്യൂട്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ സെലക്ഷനാണ്. നല്ല രീതിയിൽ കാർപ്പറ്റ് ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, അതുപോലെ ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ കവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ടേബിൾ ഉണ്ടല്ലോ, എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് എക്സ്പെൻസ് കുറയാനുള്ള കാരണം എന്താ, ഹൈറ്റ് കുറച്ചു എന്നുള്ളതാണ്. ആകെ 90 cm ഹൈറ്റ് ചെയ്തിട്ടുള്ളൂ. 2 ഭാഗത്തും സൈഡ് ടേബിൾ ഉണ്ട്. നല്ല 2 വെളിച്ചം വരുന്ന നല്ല വിൻഡോസ്, ഇവിടെ ഒരു വലിയ വിൻഡോസും അവിടെ ഒരു ചെറിയ വിൻഡോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെഡ് ഡ്രസ്സിൻ്റെ ഭാഗത്ത് എക്സ്പെൻസ്
നമുക്ക് ഒന്നും കൂടി കുറക്കാൻ പറ്റിയ സംഭവമാണ്. ഇങ്ങനെ ഒരു ജസ്റ്റ് പെയിൻറ്റ് മാത്രം മാറ്റിയടിച്ച് ഒരു ഗ്രീൻ പെയിൻ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വലിയ വലിയ ടൈൽസാണ് ഫ്ലോറിങ്ങിൽ ഇട്ടിട്ടുള്ളത്. ഇതിൽ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാർഡ്രോബൊക്കെ ജസ്റ്റ് ഈ ഒരു ബാത്റൂമിൻ്റെ ഈ ഒരു ഏരിയയിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓപ്പണബിൾ വാർഡ്രോബ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മിറർ യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണേണ്ടതാണ്. ചെറിയ ബാത്റൂം ആണെങ്കിൽ പോലും നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ബാത്റൂം എങ്ങനെ ഒരു നോർമൽ ലുക്ക് വരുമെന്ന് വെച്ചാൽ ഒറ്റ കളർ ടൈൽസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിലും വാളിലും ഒക്കെ ചെറിയൊരു ഷെയ്ഡ് ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ബേസിനും അതുപോലെ ഗ്ലാസ് പാർട്ടീഷൻസ് ഉണ്ട്. ഷവറിൻ്റെ ഏരിയയിൽ ക്ലോസറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച ഉള്ളത്. 3 ബെഡ്റൂമുകൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ പ്രൈസ് അറിയണമെങ്കിൽ എന്നെ പേഴ്സണലി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ സ്റ്റെയർ ഒരു രക്ഷയില്ലാത്ത സ്റ്റെയറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ സ്റ്റെയറാണ്. അതിന് മുന്നേ സ്റ്റെയറിൻ്റെ അടിയിലൂടെയാണ് ഒരു പ്രയർ റൂമും ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഒരു അടിപൊളി ടെക്സ്ചർ ഫീൽ ചെയ്യുന്നത് മൈക്കയും വാൾ ലൈറ്റും മിററും ബേസിനും സ്റ്റോറേജ് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിലാണ് ബേസിൻ യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ സ്റ്റെയർ എങ്ങനെ സിമ്പിളായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സംഭവിച്ച് പറയേണ്ടത് ഇത് ത്രെഡാണ്. ഒരു 3 സെൻറ്റിമീറ്ററിൽ ഒതുക്കിയ ഒരു ത്രെഡിൻ്റെ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വർക്ക് ഉണ്ട്. ഒരു 1 mm ഗ്രൂവിൽ ഒരു സിമ്പിളായിട്ട് വർക്ക് ഉണ്ട്. അതേപോലെ തന്നെ 10 mm റാഡ് ഒരു ത്രെഡുമ്പോൾ 2 എണ്ണം വെച്ചാൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 34 സെൻറ്റിമീറ്റർ വീതിയിലാണ് ത്രെഡ് ചെയ്തിട്ടുള്ളത്. 15 സെൻറ്റിമീറ്ററാണ് റൈസിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. ഇതെല്ലാം കൂടിയും വളരെ സിമ്പിളാക്കി ചെയ്ത ഒരു സ്റ്റെയർ ആണ്. ഇതിൻ്റെ അപ്സ്റ്റെയർ കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടതാണ്. അപ്സ്റ്റെയറിന് കാണേണ്ട ഏറ്റവും നല്ല കാഴ്ച എന്ന് വെച്ചാൽ അപ്സ്റ്റെയറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സീൻ ബിലോ എല്ലാം കൂടി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതിൽ അപ്സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്സ്റ്റെയറിൽ ബെഡ്റൂമിലേക്കാട്ടും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡബിൾ ഹൈറ്റാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് അഫോർഡബിൾ അല്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഡബിൾ ഹൈറ്റ് കൊടുക്കുക എന്നുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങിൻ്റെ കാഴ്ച കംപ്ലീറ്റ് ഫാമിലി ലിവിങ് കംപ്ലീറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെയർ കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇവിടെയുള്ള ഹാങ്ങിങ് ലൈറ്റ്, സീലിങ്ങിൻ്റെ ഡിസൈൻ എല്ലാം അടിപൊളിയാണ്. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെയർ കയറി വന്ന ഒരു ബ്രിഡ്ജിലോട്ട് വരുന്ന ഒരു ഫീലാണുള്ളത്. അത് മാത്രമല്ല പിന്നെയും ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് 2 സൈഡിൽ സി ഷേപ്പ് ബ്രിഡ്ജ് സ്ലാബ് കൊടുത്തതിന് ശേഷം ഡൈനിങ്ങിൻ്റെ ഏരിയ ഫുള്ള് ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഫില്ലാകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പർ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് റോസ് ടച്ച് വരുന്ന ഒരു സോഫാൻ്റെ സെലക്ഷനും നല്ലൊരു കാർപ്പറ്റും ചെയ്തിട്ടുണ്ട്. അതിന് മാച്ചാകുന്ന രൂപത്തിലുള്ള വാൾ പിക്ചറും സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സർവീസിൽ നമുക്ക് ഏറ്റവും ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചാൽ ഈ വീടിന് ഇങ്ങനെ മാച്ചാവുന്ന എല്ലാ മെറ്റീരിയൽ സെലക്ഷൻസും നമ്മളവർ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഈ സോഫേസും ഈ കാർപ്പറ്റ് ഇതൊക്കെ നമ്മൾ തന്നെ അവർക്ക് പർച്ചേസ് കൊടുത്താണ്. ഇത് എവിടെ നിന്നാണ് കിട്ടണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 2-3 ഡബിൾ ഹൈറ്റുകൾ ഇവിടെയും ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തത്. നല്ല ലൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട് കിച്ചണിലോട്ടൊക്കെ വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഹൈറ്റ് ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എത്തിയിട്ട് ഈ ഒരു സ്പേസിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു 2 ബെഡ്റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗ്രീൻ കളറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു ഗ്രീൻ ടച്ചാണ്. ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വാൾ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഹെഡ് റെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ബെഡ്ഷീറ്റിലും ബ്ലാങ്കറ്റിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ഈ ഒരു ബേ വിൻഡോൻ്റെ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു സിറ്റിംഗ് സ്പേസ്, അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഇതേപോലത്തെ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഈ ഒരു ഗ്രീൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാഷ്റൂമും അതേപോലെ തന്നെ വാർഡ്രോബിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ മറ്റൊരു ബെഡ്റൂമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ. 5 ബെഡ്റൂമുള്ളൊരു വീടാണ്. അപ്പോൾ ഇത് വളരെ മിനിമലായിട്ട് മാത്രമേ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. എന്നാലും കാണാൻ നല്ല മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് കോവമാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബെഡ്റൂം ഒരു ഹാങ്ങിങ് ടൈപ്പ് ബെഡാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ് റെസ്റ്റ് നല്ല ലെങ്ത്തിൽ ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 90 സെൻറ്റിമീറ്റർ മാത്രമേ ഹൈറ്റിൽ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു വാൾ പിക്ചർ അവിടെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ്, ലൈബ്രറി പോലെ തന്നെ ബുക്കൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഒരു സ്റ്റഡി ടേബിളും ഉണ്ട്. ഇതിൻ്റെയും ബാത്റൂമിൻ്റെ കാഴ്ചകളും വാർഡ്രോബിൻ്റെ കാഴ്ചകളും ഒന്ന് കാണാം. അപ്പോൾ ഇനി
നമുക്ക് അറിയേണ്ടത് സൈഫു ഖാൻ്റെ അഭിപ്രായങ്ങളാണ്. സൈഫു ഖാൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ അവരുടെ ഈ ഒരു സ്വപ്നം നിറവേറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു. ഇനി വീടിൻ്റെ ഓണറേയും വീടിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ആയിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് ഇവിടെ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ സൈഫു ഖാൻ്റെ ഡീറ്റെയിൽസുകളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സൈഫു ഖാൻ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? സുഖമാണ്, അൽഹംദുലില്ലാഹ്. എത്ര വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഞാനൊരു 1 മന്തായി. കുടിയിരുന്നിട്ട് 24th ജൂൺ 24th. അൽഹംദുലില്ലാഹ്, ഹാപ്പിയാണ്, സുഖമാണ്. എത്ര വർഷം നമ്മൾ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്തിട്ട് 3.5 വർഷമായി ഉണ്ടാവും. 3.5 വർഷമായി. ഓക്കെ. എന്തെങ്കിലും കൊറോണ അങ്ങനെ വന്നോ? കൊറോണ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ ആയിരുന്നു കൊറോണയുടെ മുമ്പേ തോന്നുന്നുണ്ട്. സ്ട്രക്ചർ ആയി തുടങ്ങിയിട്ടുണ്ട്. എത്ര ടോട്ടൽ ലാൻഡ് ഏരിയ? ലാൻഡ് ഏരിയ 1 ഏക്കറും 20 സെന്റ് അങ്ങനെ അറേഞ്ചിലുള്ളത്. ഓക്കെ. വീട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 5,000 നിയർ 5,000. ഓക്കെ ഓർ അബവ് ഐ തിങ്ക്. ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ കോവയിലേക്ക് എത്തിപ്പെടുന്നത്? ആരെങ്കിലും സജസ്റ്റ് ചെയ്തത്? കോവയിൽ നമ്മളൊരു ഫ്രണ്ട് ഒരു പുളിക്കൽ നിങ്ങളൊരു വീട് ചെയ്തിരുന്നു. സത്താർക്കൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഞങ്ങളെടുത്ത് നടത്തുന്നത്. നമ്മൾ വളരെ ഹാപ്പിയാണ്, ഫ്ലെക്സിബിൾ ആണ്. കോവ ടീം റിയാസ് നല്ല ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഓരോ ഈച്ച് ആൻഡ് പോയിന്റ് എവരിത്തിങ് മൂപ്പർ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർ ആയിരുന്നു വർക്ക്. നമ്മൾ ഹാപ്പിയാണ്. ഫുൾ ഇന്റീരിയർ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു ആദ്യം. പൊതുവെ എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണ് ഡിസൈൻ തരും, അതുമായിട്ട് ബന്ധമില്ലാത്തൊരു ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവുക. അങ്ങനെയാണ് നമുക്ക് ആ 3D അതേപോലെ തന്നെ കംപ്ലീറ്റഡ് അത് ഫുൾ ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരുപാട് സ്പേസ് ഞാൻ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ലിവിംഗ് ഏരിയ ആണ്. ഈ ഫാമിലി, അതെ ഫാമിലി ലിവിംഗ് ഏരിയ ആണ്. ഈ പോണ്ട് നോക്കിയിരുന്ന മഴ വരുമ്പോൾ നല്ല നാച്ചുറൽ ഒരു ഫീലിംഗ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് വീട് ഉണ്ടാക്കുന്ന ആളുകളാണ്, വീട് ഉണ്ടാക്കാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3-4 വർഷത്തോളം വഴിയിലൊക്കെ കടന്നു പോയി വീട് അതിൻ്റെ ഡ്രീം സക്സസ്ഫുൾ ആയ ആളാണ്. അപ്പോൾ പുതുതായിട്ട് വീട് ഉണ്ടാക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കൊരു നല്ല ടീം ആദ്യം നമ്മൾ ചൂസ് ചെയ്യുക. നല്ല ഒരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കുക. നമ്മൾ അതിലൊരു ഇൻവോൾവ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് കിട്ടിയ കോവ ടീം പോലെ നല്ലൊരു ടീമിനെ കിട്ടിയാൽ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഇതാണ് പല ക്ലയൻസിനും പറയാനുള്ളത്. നമ്മൾ ഒരു സെലക്ട് ചെയ്യുന്ന ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അവർ എക്സ്പീരിയൻസ്ഡ് ആണോ, അവരെ ക്ലയൻറ്റ് നല്ല ഫീഡ്ബാക്സ് ഉണ്ടോ എന്നെല്ലാം ശ്രദ്ധിച്ച് നമ്മളൊരു നല്ലൊരു ആർക്കിടെക്ചർ ടീമിനെ സെലക്ട് ചെയ്യുക. കേരളത്തിൽ ഒരുപാട് നല്ല ആർക്കിടെക്ട്സ് ഉണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല റിസൾട്ടുകൾ നമുക്കുണ്ടാവും. അതാണ് സൈഫു ഖാൻ്റെ കൂടി അഭിപ്രായം. അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.